മരുഭൂമികത്തിൽ ഞാൻ അഭയാർത്ഥി, തരങ്ങളിൽ ജലമില്ല കുടിപ്പാനായി, അടുത്തെങ്ങും തണലില്ല വസിപ്പാനായി, അവിടെയും നിൻമുഖം മറക്കരുതേ, മാറരുതേ, മുഖം മറക്കരുതേ, തള്ളരുതെന്നെ നീ തള്ളരുതേ. കർത്താവിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരെ 62 സങ്കീർത്തനം അതിൻ്റെ 3 മുതലുള്ള വചനഭാഗങ്ങളെ നമുക്ക് വായിക്കാം. നിങ്ങളെല്ലാവരും ചാഞ്ഞ മതിലും ആടുന്ന വേലിയും പോലെ ഒരു മനുഷ്യനെ കൊല്ലേണ്ടതിന് എത്രത്തോളം അവനെ ആക്രമിക്കും. അവൻ്റെ പദവിയിൽ നിന്ന് അവനെ തള്ളിയിടുവാനത്രേ അവർ നിരൂപിക്കുന്നത്. അവർ ഭോഷ്കിൽ ഇഷ്ടപ്പെടുന്നു, വായ കൊണ്ട് അവർ അനുഗ്രഹിക്കുന്നു, എങ്കിലും ഉള്ളം കൊണ്ട് അവർ ശപിക്കുന്നു. നിങ്ങളെല്ലാവരും ചാഞ്ഞ മതിലും ആടുന്ന വേലിയും പോലെ ഒരു മനുഷ്യനെ കൊല്ലേണ്ടതിന് എത്രത്തോളം അവനെ ആക്രമിക്കും. അവൻ്റെ പദവിയിൽ നിന്ന് അവനെ തള്ളിയിടുവാനത്രേ അവർ നോക്കുന്നത്. അവരുടെ പ്രത്യേകതയെക്കുറിച്ച് പറയുന്നുണ്ട്. അവർ ഭോഷ്കിൽ ഇഷ്ടപ്പെടുന്നു, വായ കൊണ്ട് അവർ അനുഗ്രഹിക്കുന്നു, എങ്കിലും ഉള്ളം കൊണ്ട് അവർ ശപിക്കുന്നു. ഇങ്ങനെയും ഉള്ളവരുടെ നടുവിലാണ് കഴിഞ്ഞു പോകുന്നതെങ്കിലും ഒന്നോർക്കണം ദൈവമക്കളെ, നമ്മളെ നയിക്കുന്ന ദൈവം നമ്മുടെ കൂടെയാ. നമ്മുടെ ഉള്ളത്തെ അറിയുന്ന ദൈവം നമ്മുടെ കൂടെയാ. ആമേൻ. ഇതൊക്കെ നിമിത്തം ഇതുപോലുള്ള പ്രശ്നങ്ങളുടെ നടുവിൽ വളരെയധികം സങ്കടത്തിലിരിക്കുന്ന പ്രിയപ്പെട്ടവരോട്, പ്രശ്നങ്ങളെ നേരിട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും പറയട്ടെ, നമ്മളെ വിളിച്ച ദൈവം വിശ്വസ്തന, വഴിക്കിട്ടിട്ട് പോകത്തില്ല. കർത്താവ് ഏൽപ്പിച്ചത് ചെയ്യുക. നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നത് ഒരു കുറവ് പോലും വന്നു ഭവിക്കാതെ എല്ലാം ദൈവത്തിലേക്ക് വിട്ടുകൊടുത്തിട്ട് കർത്താവ് ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷ എന്താണോ അത് ചെയ്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുക. ദൈവാനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം കർത്താവേ, കരുണാസമ്പന്നനായ എൻ്റെ സ്വർഗീയ നല്ല ദൈവമേ, കർത്താവേ, ശത്രുക്കളുടെ നടുവിൽ മേശൊരുക്കുന്ന നല്ല പൊന്നു കർത്താവേ, ശത്രുക്കളെ സ്നേഹിക്കാനും പഠിപ്പിച്ച പൊന്നു കർത്താവേ, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ. ദൈവമേ, ശത്രുക്കൾ നിമിത്തമുള്ള ഇതുപോലുള്ള എല്ലാ പ്രശ്നങ്ങളുടെ നടുവിൽ തളർന്നു പോകാതെ, വീണു പോകാതെ, വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തനുമായി യേശുവിനെ നോക്കിക്കൊണ്ട് നിറഞ്ഞ കൃപയോടെ കർത്താവിന് വേണ്ടി വേല ചെയ്യുവാൻ ദൈവം സഹായിക്കണേ. പ്രതികൂലങ്ങളെ നോക്കാതെ, നിന്ന് നോക്കാതെ, പരിഹാസത്തെ നോക്കാതെ, എൻ്റെ കർത്താവെ, വിളിച്ച ദൈവത്തിലേക്ക് മാത്രം നോക്കിക്കൊണ്ട് സർവശക്തനായ ദൈവത്തിന് വേണ്ടി ജീവിപ്പാൻ എല്ലാവരെയും സഹായിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നപ്പാ, കൃപയോടെ കേൾക്കണമേ. ആമേൻ. യേശുവേ സ്തോത്രം.